ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എവിടെ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്കിലെ വാട്ടർ ലെവൽ അളക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, ആദ്യമായി നമുക്ക് വേണ്ടത് 2 ബോട്ടിലാണ്. ഇതുപോലത്തെ 2 ബോട്ടിലുണ്ടെങ്കിലേ നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു 5 ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തിടാൻ 1 ലിറ്ററിൻ്റെ ബോട്ടിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തിടുന്നത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിൽ ഉള്ളിലിടുന്നത് 2 ലിറ്ററിൻ്റെ ബോട്ടിലായാലും കുഴപ്പമില്ല. എനിക്ക് 2 ലിറ്ററിൻ്റെ ബോട്ടിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ 5 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇവിടെ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൽ രണ്ടിലും വെള്ളം നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലിടുന്നതിൽ കൂടുതൽ വെള്ളം നിറക്കണം. പുറത്തിടുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഉള്ളിലിടുന്നതിൽ നിറക്കേണ്ടത്. എന്നാലേ നമ്മുടെ ആ ഓട്ടോമാറ്റിക് സിസ്റ്റം കറക്റ്റായിട്ട് അറിയും. ഈ കാണുന്ന നീല കളർ എൻ്റെ ടാങ്കി വൈറ്റ് ടാങ്കി ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നീല കളർ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നോക്കണ്ടേ. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ടാങ്കിയുടെ അളവിനുള്ള ഒരു കയറ് വേണം. ഇതുപോലത്തെ ഒരു സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് മതി, പക്ഷേ ടാങ്കിൻ്റെ അളവിനുള്ള കയറായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കും. വലിയ ബോട്ടിൽ ടാങ്കിലേക്ക് ഇടുകയാണ്. അപ്പോൾ ടാങ്കിലേക്ക് ഈ വലിയ ബോട്ടിൽ വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ബോട്ടിൽ ഇതാ താഴോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതിലുള്ളത് 3/4 ടാങ്ക് വെള്ളമുണ്ട്. ഏകദേശം 750 ലിറ്റർ വെള്ളം ഈ ടാങ്കിലുണ്ട്. ഈ ബോട്ടിൽ താഴോട്ട് വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ടാങ്കിയിലെ വെള്ളത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ബോട്ടിൽ മുകളിലോട്ടാണ് ഉയരുന്നതെങ്കിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം കുറവാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ മാർക്കർ കൊണ്ട് ഇങ്ങനെ ലിറ്ററിൻ്റെ കണക്ക് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്നുള്ള കൃത്യമായിട്ടൊരു കണക്ക് നമുക്ക്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഇതിൻ്റെ ഡെമോ ബക്കറ്റിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തത വരുത്തി തരാം. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളെ വാട്ടർ ടാങ്കിൽ വാട്ടർ ലെവൽ അളക്കുന്ന ഒരു വിദ്യയാണ് നേരത്തെ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഡെമോയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇതിൽ വെള്ളമില്ല, അതുകൊണ്ട് നമ്മുടെ ഈ കുപ്പി കണ്ടില്ല, ഇത് മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് അറിയുക എത്ര പെട്ടെന്നാണിത് താവുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഈ ബോട്ടിൽ താവുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ 3/4 ബക്കറ്റ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ 3/4 ബക്കറ്റ് വെള്ളമുണ്ടെന്നുള്ള ആ ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഈ 3/4 ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫുള്ള് ഒഴിച്ചു, ബക്കറ്റിൽ ഫുള്ള് ഒഴിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബക്കറ്റിൽ ഫുൾ വെള്ളമാണ്. അപ്പോൾ നമ്മളെ ഈ പുറത്തത്തെ ബോട്ടിൽ ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിലുള്ള സിസ്റ്റം. നമ്മൾ വാട്ടർ ടാങ്കിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ വാട്ടർ ടാങ്കിൽ കുറേ സമയമെടുക്കും വെള്ളം അടിച്ച് വരുമ്പോൾ. അതിന് 4 ലിറ്ററിൻ്റെ ടാങ്കാണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം സമയമെടുക്കും. 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബക്കറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ കാണിച്ചു തന്നു. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് അപ്പുറത്തും കിടക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പോൾ ഇനി നല്ല വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അഷ്കവിഡി സൈനിങ് ഔട്ട്.